ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഈ ആകാശമൊക്കെ കാണിച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ വീടിനകത്തിരിക്കുമ്പോഴല്ലോ വെളിയിൽ നല്ല വെയിലായിരിക്കും. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങിയാലോ അപ്പം വരെ മരക്കാർ അവിടെ നിന്നെങ്കിലും. അതുകൊണ്ട് ഇന്ന് മരക്കാർ വന്നും പോയി കളിച്ചുകൊണ്ടിരിക്കുക. ബൈ ഇന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ചാമ്പയ്ക്ക ഉണ്ടാക്കാൻ ഒരു മോഹം. അല്ലെങ്കിൽ ചാമ്പയ്ക്ക പറിക്കാനാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ നന്നാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തോന്നി. ചാമ്പയ്ക്ക നന്നാക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ മരക്കാർ വരുന്നതിൽ പോകുന്നത്. എങ്ങനെയൊക്കെയോ ഞാൻ ചാമ്പയ്ക്ക നന്നായി വീടിനകത്ത് കയറി. ഇപ്പം എനിക്കിത് കാണുമ്പോഴല്ലോ ഞെരിച്ചങ്ങോട്ട് പിരിയാൻ തോന്നും. നല്ല രസം കാണുമല്ലോ ഇത്രയും ചാമ്പയ്ക്കകൾ ഒരുമിച്ച് ഇങ്ങനെ ഞെരിച്ച് പിരിയുമ്പം. പക്ഷെ പാടില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ വൃത്തിയാക്കിയതാണ്. ആഹാ, ഇത് കൊള്ളാമല്ലോ, ഇത് പെന്നെക്കാട്ടി വലിയ മുളക് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ 3 മുളകിനെ കണ്ടിട്ടും എനിക്കതാണ് തോന്നിയത്. പിന്നെ ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനായിട്ട് നമുക്ക് റംബുട്ടാൻ കഴിക്കാം. അതുകൊണ്ട് ഞാൻ കൊണ്ട് സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് കഴിക്കാനായിട്ട്. ഈ വെളുത്തുള്ളി പൊളിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. ഈ വെളുത്തുള്ളി പൊളിക്കുക, സവാള അരിയുക എന്നൊക്കെ ഉള്ളത് എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങോട്ട് സവാള അരിയുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പം എനിക്ക് കുറച്ചേറെ കണ്ണ് നീർന്ന പോലെ അങ്ങോട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ സവാള അരിയുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷെ വെളുത്തുള്ളി പൊളിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാറുമുണ്ട് ഈ വെളുത്തുള്ളി പൊളിക്കുന്ന പരിപാടിയൊക്കെ. പക്ഷേ എനിക്കെല്ലാം മടിയാണ്, നല്ല ഒന്നൊന്നര മടിയാണ്. ഇപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി മാത്രമേ ഇപ്പോൾ പൊളിച്ച് വയ്ക്കുന്നുള്ളൂ. ബാക്കി പിന്നെ പൊളിച്ചിട്ട് ചേർക്കാം എന്നാണ് എൻ്റെ ഒരു ധാരണ എന്നൊക്കെ. പിന്നെ ഈ മഴക്കാർ കൂടിക്കൂടി വന്നപ്പോഴത്തേക്കും എൻ്റെ മടിയും കൂടി അങ്ങോട്ട് കൂടി വന്നു. അവിടെ ഈ വീഡിയോ കാണിക്കുന്ന അത്രയൊക്കെ ഉള്ളൂ ഞാൻ ചെയ്തത്. ബാക്കി പിന്നെ എപ്പോഴേലും ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ആ മേളിൽ വന്നതിൽ ക്രാഫ്റ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഈ ഫോൺ എൻ്റെ കയ്യിൽ പെട്ടത്. ഈ ഫോൺ എൻ്റെ വലിയൊരു ഫോണാണ്. പക്ഷേ ഈ ഫോണിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലാരിറ്റിയാണ്. ഇടയ്ക്ക് ഈ ഫോണിനകത്ത് ഒരു ഭ്രാന്ത് പിടിച്ചായിരുന്നു ഈ ഫോണിന്. ലൈക്ക് ചുമ്മാ ഫോണ് ഓണാവോ ഓഫാവുക, ഓണായോ ഓഫ് ആവത്തില്ല, അങ്ങനെയൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് ദാണ്ട മരം നന്നായിട്ട് അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. ഇനി വേറൊന്നും ഇല്ല, ഈ മരം കണ്ടോണ്ടല്ലോ എനിക്ക് വേറെ ഒന്നും അറിയണ്ട, കയറി കിടന്നുറങ്ങുക. അതാണ് എൻ്റെ പരിപാടി. ഇനി അച്ചാറൊക്കെ പിന്നെ നോക്കാം. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബൈ.